സാർ ഒരു ടെക്കിയായിരുന്നു. ഫ്രം ദർ ഈ ഒരു നിരീക്ഷകൻ എന്നൊരു മേഖലയിലേക്ക് എത്താൻ എങ്ങനെയാ ഒരു ജേർണി? ടെക്കി ആകുന്നത് ഒരു 2005-ലാണ്. അപ്പം ഞാനൊരു പേഴ്സണൽ താല്പര്യത്തിൽ ഒരു റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അത് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം അത് വളരെ വലിയ പോപ്പുലാരിറ്റി അതിന് കിട്ടുന്നു. പ്രൈം മിനിസ്റ്റർ വിളിക്കുന്നു, അദ്ദേഹം ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തുന്നു. അതൊക്കെ നടന്നതിന് ശേഷം എന്നെ ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് വിളിച്ചിട്ട് ഒരു ലേഖനം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ എഴുതി തരുമോ എന്ന് ചോദിക്കുന്നു. അപ്പം ഞാനത് എഴുതി കൊടുക്കുന്നു. അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അവർ പിന്നീട് വീണ്ടും ഒരെണ്ണം കൂടെ തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ തന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർ പറഞ്ഞു ഇത് മാത്രം വേണമെന്നില്ല, മറ്റേതെങ്കിലും സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റഡ് ആണ് എഴുതാനെന്നുണ്ടെങ്കിൽ അത് എഴുതി തന്നാൽ നമ്മൾ പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നീട് പല ആർട്ടിക്കിൾസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഒരു വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ ഇഷ്യൂ റിലേറ്റഡ് ഞാനൊരു ലേഖനം എഴുതി, അത് പബ്ലിഷ് ചെയ്തു. അത് പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്ക് അന്ന് വലിയ ഹോട്ട് ടോപ്പിക് ആയിരുന്നു എന്നതുകൊണ്ട് അതിലൊരു വേറൊരു ടൈപ്പ് ഓഫ് വ്യൂ പ്രസൻറ്റ് ചെയ്തതുകൊണ്ട് അന്ന് എനിക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ടൈംസ് നൗവിൽ നിന്നൊരു കോൾ വരും. എന്നിട്ട് പറഞ്ഞു ഇതേ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്, അർണബ് ഗോസ്വാമിയാണ് ആങ്കർ, സോ ക്യാൻ യു സിറ്റ് വിത്ത് അസ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ റെഡി എന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്നെ അവിടെ നിന്ന് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ചിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് ഡിബേറ്റ്.